അമേരിക്കയിലെ കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തെ സാക്ഷി നിർത്തി കിരീടം നിലനിർത്താൻ ഇറങ്ങിയ അർജന്റീനയ്ക്ക് ലയണൽ മെസ്സിയുടെ വക ഒരു രാജകീയ തുടക്കം. 2026 ഫിഫ ലോകകപ്പിൽ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന തങ്ങളുടെ പടയോട്ടം ആരംഭിച്ചിരിക്കുകയാണ്. തന്റെ കരിയറിലെ 200ാം അന്താരാഷ്ട്ര മത്സരത്തിലും റെക്കോർഡ് 6ാമത് ലോകകപ്പിലും കളത്തിലിറങ്ങിയ മെസ്സി ആ മാന്ത്രിക ഇടംകാലുകൊണ്ട് അൾജീരിയയുടെ വല 3 തവണയാണ് ചലിപ്പിച്ചത്. ലോകകപ്പ് കരിയറിലെ തന്റെ ആദ്യ ഹാട്രിക് നേട്ടത്തോടെ ജർമ്മനിയുടെ ഇതിഹാസ താരം മിറോസ്ലാവ് ക്ലോസയുടെ 16 ലോകകപ്പ് ഗോളുകൾ എന്ന റെക്കോർഡിനൊപ്പം എത്താനും 38-കാരനായ ഈ ഇതിഹാസത്തിന് സാധിച്ചു. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ അർജന്റീന അൾജീരിയൻ പ്രതിരോധത്തെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് കാൻസാസിൽ കണ്ടത്. 10ാം മിനിറ്റിൽ തന്നെ മെസ്സി ഗോൾ നേടിയെങ്കിലും അത് ഓഫ്സൈഡ് വിധിച്ച് റഫറി തള്ളിക്കളഞ്ഞു. എന്നാൽ ആരാധകരെ അധിക നേരം നിരാശപ്പെടുത്താതെ 17ാം മിനിറ്റിൽ ബോക്സിന് വെളിയിൽ നിന്ന് മെസ്സി തൊടുത്ത ഒരു തകർപ്പൻ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കയെ കാഴ്ചക്കാരനാക്കി നിർത്തി വലയിൽ ചെന്നു കയറി. ആദ്യ പകുതിയിൽ ഈ ഒരു ഗോളിന്റെ ലീഡിൽ അർജന്റീന മുന്നിട്ട് നിന്നു. പിന്നീട് 2ാം പകുതിയിലെ 60ാം മിനിറ്റിൽ അലക്സിസ് മാർക്ക് അലിസ്റ്ററിന്റെ ഷോട്ട് ഗോളി സിദാൻ തട്ടിയെടുത്തപ്പോൾ റീബൗണ്ടിൽ നിന്ന് മെസ്സി തന്റെ 2ാം ഗോൾ നേടി. തുടർന്ന് 76ാം മിനിറ്റിൽ നിക്കോ ഗോൺസാലസിന്റെ അസിസ്റ്റന്റ് ബോക്സിന് വെളിയിൽ നിന്ന് മനോഹരമായ ഒരു ലോ ഫിനിഷിലൂടെ മെസ്സി തന്റെ ഹാട്രിക് തികയ്ക്കുകയായിരുന്നു. തുടർന്ന് 79ാം മിനിറ്റിൽ കാണികളുടെ വൻ കയ്യടികളോടെ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മടങ്ങുമ്പോൾ അർജന്റീന വിജയം ഉറപ്പിച്ചിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് തോറ്റ ചരിത്രം ഇത്തവണ ആവർത്തിക്കാൻ അർജന്റീന തയ്യാറായിരുന്നില്ല. ലയണൽ സ്കലോണിയുടെ കീഴിലിറങ്ങിയ ചാമ്പ്യന്മാർ ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരുടെ ആദ്യ മത്സരശാപം മറികടന്ന് ആധികാരികമായ ഒരു വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 3 ലോകകപ്പ് കിരീടങ്ങൾ തുടർച്ചയായി നിലനിർത്തുന്ന 3ാമത്തെ ടീം എന്ന റെക്കോർഡിലേക്ക് അർജന്റീനയുടെ യാത്ര ഈ വിജയത്തോടെ കൂടുതൽ ആവേശകരമാക്കുകയാണ്. മെസ്സിയുടെ ഈ തകർപ്പൻ ഫോം വരാനിരിക്കുന്ന മറ്റ് മത്സരങ്ങളിൽ മറ്റ് ടീമുകൾക്ക് ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്.